വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശാലോം ടി വിയിലെ ഈ വചനാഗ്നി ശുശ്രൂഷയിൽ നിങ്ങളെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് രഹസ്യ ആത്മീയത രൂപപ്പെടേണ്ട കാലഘട്ടം. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യാം. 1 തിമോത്തിയോസ് 6:12. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശയോടുകൂടി യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ഫലപുഷ്ടമായ സമയം ഇതാണ്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണോ എന്ന് പരിശോധിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷത്തിലെ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ ശിമയോനെ കുറിച്ച് പറയുകയാണ്. ഈശോയെ ദേവാലയത്തിൽ മാതാപിതാക്കന്മാർ സമർപ്പിക്കുമ്പോൾ ഓടി വന്ന് കരങ്ങളിലെടുത്തുകൊണ്ട്, ഈ കുഞ്ഞിനെ കരങ്ങളിലെടുത്തുകൊണ്ട് സന്തോഷിക്കുന്ന വൃദ്ധനായ മനുഷ്യൻ ശിമയോൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, രക്ഷകനെ കാണുന്നത് വരെ മരിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ ബലം ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിന് വളരെയധികം അർത്ഥമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് ശിമയോനെ നയിച്ചുകൊണ്ടിരുന്നു. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിലും ശിമയോൻ സന്തുഷ്ടനായി ജീവിച്ചു. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് ശിമയോൻ്റെ ചിന്താഗതികളെയും ബുദ്ധിയെയും നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുകൊണ്ട് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരിക്കലും ശിമയോൻ തളർന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട്, ഈശോ മിശിഹായെ കൈകളിൽ എടുക്കുമ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ എത്രമാത്രം ആത്മാവിൽ ആനന്ദിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിശോധിക്കാം, നമ്മുടെ ജീവിതത്തിലും പല കാലഘട്ടങ്ങളും പിന്നിട്ടിട്ടില്ലേ? ഇന്ന് എത്ര പേർക്ക് ആത്മീയമായി സന്തോഷമുണ്ട്? ഓരോ ദിവസങ്ങളും ഓരോ സാഹചര്യങ്ങളും കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം തീർന്നുകൊണ്ടിരിക്കുകയല്ലേ? നമുക്ക് ശിമയോനെ ധ്യാനിക്കാം. ശിമയോൻ ഈശോയെ കരങ്ങളിലെടുക്കാൻ, ഈശോയെ കാണാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താൽ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിന് വളരെയധികം വിലയുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹിക്കുക ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ആത്മാവിൽ ആനന്ദിക്കുന്നുണ്ട്. നീ ഇവ ബുദ്ധിമാന്മാരെന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നന്ദി പറയുന്നു. ആത്മാവിൽ ആനന്ദിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ഇതേ ആനന്ദം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മീയ ആനന്ദം, സന്തോഷിക്കുവാനായിട്ട് കഴിയുക ഈ കാലഘട്ടം. അതുകൊണ്ട് ഫിലിപ്പിയർ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ലീഗ എല്ലാ വിശ്വാസികളോടും പറയുകയാണ്, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഈശോ മിശിഹായിൽ സന്തോഷിക്കാനായിട്ട് കഴിയുക. ഇതേ സന്തോഷം നിങ്ങൾക്കുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കും. ഇന്ന് സന്തോഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഇന്ന് പലർക്കും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലർക്കും ജീവിതത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇവിടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പരിശോധിക്കണം, എത്ര പേർക്ക് ആത്മീയമായി സന്തോഷമുണ്ട്, എത്ര പേർക്ക് ജീവിതത്തിൽ യഥാർത്ഥ സമാധാനമുണ്ട്. ശിമയോന് സന്തോഷമുണ്ടായിരുന്നു, ശിമയോന് ഉറച്ച പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈശോ മിശിഹായെ കാണാമെന്ന്. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. പലരും വന്ന് പറയാറുണ്ട്, അച്ഛാ ജീവിതത്തിൽ ഇനി ഒന്നും വേണ്ട, മരിച്ചാൽ മതി, ജീവിക്കാനായിട്ട് ആഗ്രഹമില്ല.
വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ എൻ്റെ കുടുംബം അത്രയും തകർച്ചയിലൂടെയാണ്, വളരെയധികം നിരാശയിലൂടെ കടന്നു പോകുന്നത്. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ഓർത്ത് ഓരോ ദിവസവും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശിമെയോൻ്റെ ജീവിതം നമുക്ക് ധ്യാനിക്കാം. ശിമെയോൻ്റെ രഹസ്യ ആത്മീയ ജീവിതമാണ് വെളിപ്പെടുന്നത്. ശിമെയോൻ ഓരോ ദിവസവും ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 37-ാമത്തെ വചനത്തിൽ 84 വയസ്സ് വരെ ദേവാലയം വിടാതെ കാത്തു നിന്ന് ആ ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിതം നയിച്ച ഹന്ന എന്ന പ്രവാചികയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൾ ദേവാലയം വിട്ടുപോകാതെ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് ദേവാലയം വിട്ടുപോകാത്തത്? അതായത് ദാമ്പത്യത്തിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ ദേവാലയം വിടാതെ ആത്മീയ ജീവിതം നയിച്ചു. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ പാപം ചെയ്യേണ്ടി വരും, അവളുടെ വിശുദ്ധിക്ക് കോട്ടം വരും. അതുകൊണ്ട് അവളൊരു തീരുമാനമെടുത്തു, ജീവിക്കുന്നെങ്കിൽ ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുക. അതുകൊണ്ട് അവൾക്കൊരു വിശേഷണം കിട്ടി, അവളൊരു പ്രവാചകയായി മാറി. എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധൻ രൂപപ്പെടുന്നത്? എങ്ങനെയാണ് പ്രവാചകൻ രൂപപ്പെടുന്നത്? എങ്ങനെയാണ് ഒരു ആത്മീയ ശുശ്രൂഷകൻ രൂപപ്പെടുന്നത്? അവർ ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് പരിശോധിക്കണം. ഈ ദേവാലയത്തിലേക്ക് പോകാനുള്ള സന്തോഷം എനിക്കുണ്ടോ? അതുകൊണ്ടാണ് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അപ്പസ്തോല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ അവർ ദിവസം തോറും ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അത് അവരെ ഒരു സന്തോഷമായിട്ട് മാറിയിരുന്നു. ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുക. 84-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ ഈ ദേവാലയത്തോട് ബന്ധപ്പെടുത്തിയ ആത്മീയതയെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. 84-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ, അതായത് ദൈവത്തിലാണ് മനുഷ്യൻ്റെ എല്ലാ ആശ്രയങ്ങളും ദൈവത്തിലായിരിക്കണമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള സങ്കീർത്തന ഭാഗമാണ്. വചനം ഇപ്രകാരമാണ്: എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. ഈ 2 ചെറിയ പക്ഷികളും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സങ്കേതം കണ്ടെത്തിയ സ്ഥലമെന്ന് പറയുന്നത് ദേവാലയ ബലിപീഠമാണ്. അതിലെ വലിയ ആ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ സ്ഥലത്ത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടം കണ്ടെത്തിയ എത്രയോ മഹാഭാഗ്യമാണ്. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധ്യാനിക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതം രൂപപ്പെടേണ്ടത് ഈ ദേവാലയത്തോട് ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹായെ 12-ാമത്തെ വയസ്സിൽ കാണാതെ പോകുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതായത് എല്ലാ വർഷവും എല്ലാ കാലങ്ങളിലും യേശുപിതാവും പരിശുദ്ധ അമ്മയും ദേവാലയത്തിൽ പോയിരുന്നു. ഈശോ ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട ജീവിതം, അത് ഈ ബന്ധപ്പെട്ട ഒരു ആത്മീയതയാണ്. ദേവാലയത്തോട് ബന്ധപ്പെട്ട ആത്മീയത, അതായത് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ജീവിതം, ഈ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ തിരുവചനം: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കും. എല്ലാ സമയവും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു ആത്മീയത രൂപപ്പെടാനായിട്ട് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. വളരെയധികം പ്രതിസന്ധികൾ ഇന്ന് ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം അസ്വസ്ഥതകൾ ഈ ലോകം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് സ്നേഹിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. ഇന്ന് വളരെയധികം അസ്വസ്ഥതകൾ ഈ ലോകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഒത്തിരിയധികം അതിക്രമങ്ങളും മാധ്യമങ്ങളിലൂടെയും സമൂഹങ്ങളിലും ഒത്തിരിയധികം വർഗീയതകളും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരു ആത്മീയ ശുശ്രൂഷയിലുള്ളവൻ, ഒരു വിശ്വാസി, ദേവാലയത്തോട് ബന്ധപ്പെട്ട ആത്മീയത, ദേവാലയത്തോട് ബന്ധപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം, ജപമാലയിൽ ആശ്രയിച്ചുള്ള ജീവിതം, ഇത് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. എല്ലാ കാലഘട്ടങ്ങളിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ആത്മീയ രഹസ്യ ജീവിതമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹാ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കതകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്, അതാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്. അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന പിതാവ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം.
ദൈവം മനുഷ്യൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തും. അതുകൊണ്ടാണ് സങ്കീർത്തനം 17:2, സങ്കീർത്തനം 26:3, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:6 മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളും രാത്രിയിൽ കർത്താവ് ഹൃദയം ഉരച്ചു നോക്കും. അതായത് മനുഷ്യൻ്റെ രഹസ്യ ജീവിതത്തെ മുഴുവൻ പരിശോധിക്കുന്ന ദൈവം. നമ്മുടെ രഹസ്യ ജീവിതം പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശുദ്ധൻ രൂപപ്പെടാനുള്ള ആത്മീയ ശക്തി ഇന്ന് എനിക്കുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ടാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദേവാലയത്തോട് ബന്ധപ്പെട്ട ജീവിതം നയിക്കുക. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ വലിയൊരു സംഭവമുണ്ട്. ദാനിയേൽ ജീവിച്ച കാലഘട്ടത്തിൽ, വിജാതീയ നാട്ടിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ രാജാവായിരുന്ന ദാരിയൂസ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ദാരിയൂസിൻ്റെ സേവകന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൽപ്പന ഉണ്ടാക്കുകയാണ്. അത് ദാനിയേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വരുന്ന ദിവസങ്ങളിൽ, അതായത് രാജാവ് മേദ്യക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ഒരു നിരോധനാജ്ഞ സ്ഥിരീകരിക്കണം. ആ നിരോധനാജ്ഞ എന്ന് പറയുന്നത് അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇതാ കൽപ്പന. ഇതൊരിക്കലും വിശ്വാസിയായ ദാനിയേലിന് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. 30 ദിവസം രാജാവിനോട് മാത്രം, രാജാവിനെ ദൈവമായിട്ട് ചിത്രീകരിക്കുക. അങ്ങനെ രാജാവിനോട് പ്രാർത്ഥിക്കാതെ മറ്റേതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെ സിംഹത്തിൻ്റെ കുഴിയിൽ കല്ലെറിയും. ഉടനെ തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്, ദാനിയേൽ വീടിൻ്റെ 10-ാമത്തെ വചനം, 6-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം, രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നു പറഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. അതാണ് ഇങ്ങനെ വലിയൊരു കൽപ്പന, ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനി ദൈവമല്ല, രാജാവാണ് ദൈവം. രാജാവിനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയണം. ഈ വിശ്വാസിയായ ദാനിയേലിന് ഈ കൽപ്പന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദാനിയേൽ ചെയ്തത് ആ സ്ഥലത്തു നിന്ന് മാറി ഈ ജെറുസലേമിനോട് ചേർന്ന് ജെറുസലേമിലേക്ക് നോക്കി ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു. ആ രഹസ്യ പ്രാർത്ഥന അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക, മറ്റാരും അറിയാതെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പരിശോധിക്കണം, മറ്റാരും അറിയാത്ത രഹസ്യ പ്രാർത്ഥന ജീവിതം നിങ്ങൾക്കുണ്ടോ? മറ്റാരും കാണാത്ത രഹസ്യ ആത്മീയത നിങ്ങൾക്കുണ്ടോ? ദാനിയേൽ ആരും അറിയാതെ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് അവൻ ശക്തി പ്രാപിക്കുന്നത്. രഹസ്യ പ്രാർത്ഥനയാണ് ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുക, സ്നാപക യോഹന്നാൻ ജനിച്ചതിന് ശേഷം വസിച്ചത് മരുഭൂമിയിലാണ്. അവൻ്റെ വസ്ത്രങ്ങൾ തോൽവാറും അതായത് ഭക്ഷണം വെട്ടുകിളിയും കാട്ടുതേനും ഏറ്റവും ദരിദ്രമായ വസ്ത്രം ധരിച്ച് മനുഷ്യരിൽ നിന്ന് മാറ്റപ്പെട്ട് മരുഭൂമിയുടെ ഏകാന്തതയിൽ അവൻ പ്രാർത്ഥിച്ചു. ആ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായി തീർന്നില്ല. എങ്ങനെയാണ് സ്നാപക യോഹന്നാൻ വലിയവനായത്? സ്നാപക യോഹന്നാൻ്റെ രഹസ്യ പ്രാർത്ഥന ജീവിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയണം, ഒരു വ്യക്തി ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? രഹസ്യ പ്രാർത്ഥന ജീവിതം വഴിയായിട്ടാണ്. മറ്റാരും കാണാത്തൊരു പ്രാർത്ഥനാ ജീവിതം, മറ്റാരും അറിയാത്തൊരു പ്രാർത്ഥനാ ജീവിതം, അത് നമ്മളിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയപ്പെട്ട ദാനിയേലിന് ഒരു പോറൽ പോലും സംഭവിക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദാനിയേലിന് ലഭിച്ച ഒരു ആത്മീയ ശക്തിയുണ്ട്, ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഇതുതന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ആത്മീയത, അത് രഹസ്യ പ്രാർത്ഥനാ ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രഹസ്യ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണം. രഹസ്യമായിട്ട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കണം. ആ രഹസ്യ ആത്മീയത നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കണം. അതുകൊണ്ടാണ് ഹന്ന പ്രവാചികയായി തീർന്നത് പ്രതിസന്ധികളോട് സമരം ചെയ്താണ്, പ്രതിസന്ധികൾക്ക് മുമ്പിൽ കീഴടങ്ങിയല്ല. ഇന്ന് മനുഷ്യൻ പ്രതിസന്ധികൾക്ക് മുമ്പിൽ കീഴടങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളും ചാനലുകളിലെ ചർച്ചകളും സമൂഹത്തിലെ സംസാര വിഷയങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ വിശ്വാസം, പ്രിയപ്പെട്ട മക്കളെ, അടിയറവ് വെക്കരുതേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്.
ഇന്ന് സമൂഹത്തിൽ കാണുന്ന ചർച്ചകൾ വിശ്വാസത്തിൻ്റെ ചർച്ചകളല്ല. സമൂഹത്തിലെ മാധ്യമങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത് വിശ്വാസത്തിൻ്റെ ചർച്ചകളല്ല. അത് പലപ്പോഴും വിശ്വാസത്തെ നശിപ്പിക്കുന്ന ചർച്ചകളാണ്. നിങ്ങൾ അതിൽ നിന്നും ഓടിയൊളിക്കേണ്ട സമയമായിരിക്കുന്നു. രഹസ്യ ആത്മീയത രൂപപ്പെടേണ്ട സമയമായിരിക്കുന്നു. ചിലത് പലതിനെയും ഉപേക്ഷിക്കാതെ, കർത്താവ് പറയുന്നുണ്ടല്ലോ, തനിക്കുള്ളതിനെ ഉപേക്ഷിക്കാതെ, തന്നെ ഉപേക്ഷിക്കാതെ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. ഉപേക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഇന്നുണ്ട്. മനുഷ്യൻ മറ്റുള്ളവരെന്ന്, അതാണ് ദാനിയേൽ തീരുമാനമെടുത്തു. രാജാവിൻ്റെ സൈന്യവും രാജാവും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി രാജാവല്ലാതെ ദൈവമില്ല. ഉടനെ ദാനിയേൽ ചെയ്ത മനോഭാവമാണ്, ഒരിക്കലും ആ രാജകൊട്ടാരത്തിൽ നിൽക്കുകയില്ല. ദാനിയേൽ അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു. ഇന്ന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സമൂഹത്തിലും ലോകത്തിലും സഭയിലും ചുറ്റുപാടും നിലനിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈശോ മിശിഹായിലേക്ക് കൂടുതൽ അടുക്കണം. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അതുകൊണ്ടാണ് ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കടൽ ക്ഷോഭിച്ചു, കാറ്റടിച്ചു, വഞ്ചി മറിയുന്ന ഒരു പ്രതിസന്ധി വന്നു. ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ തീഷ്ണതയോടെ കർത്താവിനെ വിളിക്കുകയാണ്, കർത്താവെ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി തീരുവിൻ. തീഷ്ണത റോമാലേഖനത്തിൽ പ്രകാരമാണ് പറയുന്നത്. റോമാലേഖനത്തിൽ പറയുകയാണ്, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി തീരണം. വീണ്ടും സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. ആ തീഷ്ണത കൊണ്ട് നിറയുക. ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് സഭയോടും ഈശോ മിശിഹായോടുള്ള തീഷ്ണത വെളിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കൈവിരിച്ചുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കണം, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കണം, തീഷ്ണമായ ഒരു ആത്മീയ ശക്തി കൊണ്ടായിരിക്കണം ഈശോ മിശിഹായോടുള്ള തീഷ്ണത വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തോട് അതുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹാ പറയുന്നുണ്ട്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൻ്റെ മാധ്യമങ്ങളോട് ചേർന്ന് നിൽക്കരുത്, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളോട് നിങ്ങൾ ചേർന്ന് നിൽക്കരുത്, ഈ ലോകത്തിൻ്റെ തിന്മകളോട് നിങ്ങൾ ചേർന്ന് നിൽക്കരുത്. നിങ്ങൾ ഈശോ മിശിഹായോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ജപമാലയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ പരിശുദ്ധ അമ്മ നിങ്ങളോടും ചേർന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ ഈശോ മിശിഹ നിങ്ങളോടും ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സഭയ്ക്കെതിരെ എല്ലാ വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ ഒരു ക്രിസ്ത്യാനിക്കെതിരായിട്ട് ചിന്താഗതികൾ രൂപപ്പെടുമ്പോൾ, മറ്റു വിശ്വാസങ്ങൾ രൂപപ്പെടുമ്പോൾ, നിങ്ങൾ ഈശോ മിശിഹായ്ക്ക് വേണ്ടി ജ്വലിക്കുന്നവരായി തീരണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നില്ലേ, സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, കത്തി ജ്വലിച്ചിരുന്നൊരു വിളക്കായിരുന്നവൻ, കത്തി ജ്വലിച്ചിരുന്നൊരു വിളക്കായിരുന്നു, കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിശ്വാസം കൊണ്ടും തീഷ്ണത കൊണ്ടും കത്തി ജ്വലിച്ചു. ഇതുപോലെ എത്ര പേർക്ക് ഈ കാലഘട്ടത്തിൽ കത്തി ജ്വലിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കണം. കത്തി ജ്വലിക്കുന്ന ഒരു ആത്മീയത, അതാണ് ഈ ശിമയോനുണ്ടായിരുന്നത്, അതാണ് ഈ ഹന്നായിക്കുണ്ടായിരുന്നത്, അതുതന്നെയാണ് ദാനിയേലിനുണ്ടായിരുന്നത്. കത്തി ജ്വലിക്കുന്ന ഒരു ആത്മീയത, സ്നാപക യോഹന്നാൻ്റെ ആത്മീയത. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. കത്തി ജ്വലിക്കുന്ന ഒരു ആത്മീയതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീരാം. ഈ കാലഘട്ടത്തിൽ സുവിശേഷം വഹിക്കുന്നവരായി തീരാം. യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരാം. അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം സുവിശേഷമായി തീരുന്നത്. അതുകൊണ്ട് രഹസ്യ ആത്മീയതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ശിമയോന്റെ സന്തോഷം ഈശോയെ കാണുമെന്നായിരുന്നു. ഹന്നായുടെ ജീവിതത്തിൻ്റെ സന്തോഷം ദൈവാനുഭവം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇസ്രായേലിൻ്റെ രക്ഷ കാണാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ട് അവർ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, ഹന്ന ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈശോ മിശിഹായെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ്. അവൾ തീഷ്ണമതിയായി പുറത്തേക്ക് ഇറങ്ങി. അതിനു മുമ്പ് ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മീയത, നമ്മളിലുള്ള ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കേണ്ടത് ഈ ദേവാലയത്തോടുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുമ്പോഴാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 84-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വചനം, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവ്
കർത്താവിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മിശിഹായെ ഉപേക്ഷിക്കുന്നവരല്ല, ഈശോ മിശിഹായെ നെഞ്ചോട് ചേർക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഈശോ മിശിഹായെ നെഞ്ചോട് ചേർത്ത് ഓരോ ദിവസവും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ അഭിമാനിക്കുന്നെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സിംഹങ്ങളുടെ വായ മൂടിയ കർത്താവിന് പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം പ്രഘോഷിക്കാൻ, നമുക്ക് സാക്ഷ്യം വഹിക്കാൻ ശക്തി നൽകുമെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആരുടെയെങ്കിലും വിശ്വാസത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളെ ഓർത്ത് വിശ്വാസത്തിൽ അല്പമെങ്കിലും ക്ഷയം വന്നിട്ടുണ്ടെങ്കിൽ, വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, പൂർവാധിക ശക്തിയോടുകൂടി യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകാൻ, യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. രഹസ്യാത്മീയത, രഹസ്യാത്മീയ ശക്തി സ്നാപക യോഹന്നാനെ പോലെ കത്തിച്ചൊലിക്കുന്ന വിളക്കാകാൻ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ കത്തി ജ്വലിക്കുന്ന ഒരു ആത്മീയത എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നയിക്കും. ശമയോന് വെളിപ്പെടുത്തപ്പെട്ടതുപോലെ കർത്താവിനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ആ ശമയോൻ പ്രത്യാശയോടുകൂടി കാത്തിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ. അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. ഈ സമയത്ത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഈ ശുശ്രൂഷയുടെ മുമ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കേ, ഹൃദയം ഒന്ന് ജ്വലിച്ച് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ച് നിങ്ങളും ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയും, ശക്തിപ്പെടും. അഭിഷേകത്തെ നിങ്ങൾ നിറയും. ശക്തമായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ അഭിഷേകത്തോടെ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ സമയത്ത് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ അഭിഷേകത്തെ നിറയുന്നതിന് വേണ്ടി ശക്തമായിട്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.